അപ്പോൾ ഇതിൽ കടുക്കയുണ്ട്, നെല്ലിക്ക, താന്നിക്ക, അതുപോലെ സോപ്പും കായ്. നല്ല വെളിച്ചെണ്ണ തന്നെ വേണം. ഓ, ഇത് ആട്ടിയെടുത്താണ്. അതിന്റെ ലാസ്റ്റിൽ വരുന്ന ചണ്ടിയാണ് അല്ലേ? ഓക്കെ. ഈ പൊടിയാണ് നേരത്തെ ചെയ്ത് പ്രോസസ് ചെയ്ത് വെയിലത്ത് വെച്ചിരിക്കുകയായിരുന്നു. SLS എന്ന് പറഞ്ഞൊരു സാധനം ഇതിലില്ല. പകരം നമ്മൾ സോപ്പ് നട്ട് അല്ലെങ്കിൽ സോപ്പും കായാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളിന്നേ കേരളത്തിന്റെ തെക്കേറ്റത്തു നിന്ന് നമ്മളിതേ വടക്കേറ്റം കാസർഗോഡ് ജില്ലയുടെ ബോർഡറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആരെ കാണാമെന്നറിയാവോ? ഒരു മാഷിനെ കാണാൻ വന്ന. ഇതാണ് നമ്മുടെ മാഷ് വെളിച്ചെണ്ണയെ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ? എന്താ സംഭവം? എന്താ? ഞാനിവിടെ ഒരു ആയുർവേദ സോപ്പ് ഉണ്ടാക്കാം. ആയുർവേദ സോപ്പ്? അതെ. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാണ് ആയുർവേദ സോപ്പ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്തൊക്കെ മറ്റു സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് ഈ ആയുർവേദ സോപ്പ് എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താ? ഇതിൽ നോക്കൂ, നിങ്ങൾ ഇവിടെ കണ്ടില്ല, ഈ സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കടുക്കയുണ്ട്, നെല്ലിക്ക, താന്നിക്ക, അതുപോലെ സോപ്പും കായ്. സോപ്പും കായ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് പൂർവികരൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചൊരു സാധനമാണ്. ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജന്റാണ്. പതക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ സോപ്പുകൾ പതക്കെ എന്താ ഉപയോഗിക്കുന്നത്? അത് നമ്മൾ സാധാരണ സോപ്പിൽ നമ്മൾ SLS എന്ന് പറയും അതിനെ. സിലിക്കേറ്റ് പോലുള്ള സാധനങ്ങളാണ് അതിൽ, മാഗ്നീഷ്യം സിലിക്കേറ്റ് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുക. അതെല്ലാം നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലതാവും. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് നെല്ലിക്കയും കടുക്കയും താന്നിക്കയാണ് ഉള്ളത്. ഇത് മൂന്ന് ഉപയോഗിക്കുന്ന കാരണം എന്താണ്? ഇത് ത്രിബല നമുക്കറിയാലോ, നമുക്ക് ഉള്ളിൽ കഴിക്കുന്ന ഒരു സാധനമാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്ന് പറയുന്നത് ത്രിബലയാണ്. അത് ഉള്ളിൽ കഴിക്കുന്ന, അകത്ത് കഴിക്കുന്ന സാധനമാണ്. അത് നമുക്ക് സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ SLSന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സിലിക്കേറ്റ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ സിലിക്കേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് പിന്നെ തലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ സോപ്പ് തലയിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ത്രിബല ഉള്ളത് കൊണ്ട് താരൻ നന്നായിട്ട് പോകും. പിന്നെ നെല്ലിക്ക ഉള്ളത് കൊണ്ട് ചുടുകുരുവ് പോലെയുള്ള വേനൽക്കാലത്ത് ഏറ്റവും അത് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം, നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ നെല്ലിക്കയാണ് അതിന് ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സവിശേഷമായ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ സോപ്പ്. ഇപ്പൊ നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പൊടി ഇട്ട് ആണ് നമ്മൾ ഇത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. ഇതിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ചൂടാക്കുക. ഇതിനെ നമ്മളെ സോപ്പ് നമ്മൾ 3 തരത്തിലാണ് ഉണ്ടാക്കുക. ഒന്ന് കോൾഡ് പ്രോസസ്സ്, സെമി ഹോട്ട് പ്രോസസ്സ്, പിന്നെ ഹോട്ട് പ്രോസസ്സ്. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ സെമി ഹോട്ടിൽ, അതായത് കാസ്റ്റിക് സോഡയും അതിന് അനുബന്ധമായിട്ടുള്ള എണ്ണയും 700 ഡിഗ്രി ചൂടാക്കിയിട്ട് ചെയ്യും. മറ്റൊന്ന് സെമി ഹോട്ട് എന്ന് പറയുമ്പോൾ 70 ഡിഗ്രി തന്നെ നമ്മൾ ചൂടാക്കും. ഇത് നമ്മുടെ പൂർണ്ണമായിട്ടും കോൾഡ് പ്രോസസ്സിലാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇളക്കി നമ്മൾ അവിടെ ചെന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക്, കൈ കൊണ്ട് ഇളക്കിയിട്ട് നോർമലിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഗ്ലിസറിൻ കണ്ടന്റ് അതുപോലെ നിലനിൽക്കുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കാനുള്ള സോപ്പിന്റെ ഈ പൊടിയും എണ്ണയും മിക്സ് സാധനം കുറച്ച് വെയിലത്ത് വെച്ചു എന്തിനാണ്? വെയിലത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചൂടാക്കാം. മഴക്കാലത്തൊക്കെ ഞങ്ങൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കും. ഇപ്പം വെയിലുള്ളത് കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് ഈ പറയുന്ന നെല്ലിക്ക, കടുക്കയും ഇതൊക്കെ ഉള്ള പൊടികൾ വെയിലത്ത് വെച്ചിട്ട് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിന്റെ പ്രോസസ്സിങ് ഒന്നുകൂടെ നന്നായി എടുക്കും. ഇത് ഫുള്ള് പൊടിയാണല്ലേ? നേരത്തെ ഇട്ടിട്ട് നമ്മളെ ഒരു 20 ഡിഗ്രിയോളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ ഞങ്ങൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ് വെയിലത്ത് വെച്ചത്. ഈ കണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വരുന്ന പൊടി. ഈ പൊടിയാണ് നേരത്തെ ചെയ്ത് പ്രോസസ് ചെയ്ത് വെയിലത്ത് വെച്ചിരിക്കുകയായിരുന്നു. നാച്ചുറൽ വെയിൽ എന്നുള്ള ചൂട് ഏറ്റിട്ടാണ് നമ്മൾ ഈ സാധനം അതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ അത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാട്ടാ, നാച്ചുറൽ ആണ്. കറക്റ്റ് നമ്മൾ ഈ തിളപ്പിക്കുന്ന പോലെ ചൂട് കിട്ടി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബാക്കിയുള്ള പൊടികൾ അല്ലേ, നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും പൊടി നമ്മൾ മാറ്റി വെച്ചത്. ഇതൊക്കെ അതിൻ്റെ ഇടാനുള്ള പൊടികളാണ്. യെസ്, ഇത് നമ്മളെ നെല്ലിക്കട അല്ലേ? ഇത് നെല്ലിക്കട പൊടിയാണ്. ഇത് ഇതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ പത കിട്ടാനുള്ള സോപ്പും കായ്. ഈ സോപ്പും കായാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മുടെ പൊടികളെല്ലാം ചേർന്ന് അല്ലേ? ചേർന്നു. യെസ്. ഇനി നമ്മൾ ഒരു സാധനം കേട്ടോ, മുരിങ്ങയുടെ പൊടിയുണ്ട്, അതും ചേർത്ത് ഇനി ഇളക്കി. ഇനി നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ മറ്റേ പ്രോസസ്സിംഗ് വേണ്ട ചൂടാക്കലേ കഴിഞ്ഞു അല്ലേ ആക്ച്വലി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യും. ഒരു 35-40 മിനിറ്റോളം മിക്സ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യും. അത് ഇതിൻ്റെ കൂടെ ഇപ്പോഴാണ് ഇപ്പോൾ എണ്ണയും ഈ പൊടികളെല്ലാം കൂടെ ഇതിൽ ചേർന്നു. ഇനിയാണ് നമ്മൾ ഇത് യഥാർത്ഥ സഫോണിക്കേഷൻ നടക്കുന്നത്. അതിന് നമുക്ക് കാസ്റ്റിക് സോഡ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് പകർന്നിട്ട് നമ്മളൊരു 35 മിനിറ്റോളം ഇളക്കേണ്ടി വരും അല്ലേ? നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ എണ്ണയും ആ മറ്റ് നമ്മുടെ 3ഓളം അല്ലേ ആ ഇൻഗ്രീഡിയൻസും ചേർന്ന സാധനം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോണത്? ഇത് നമ്മൾ ഈ കാസ്റ്റിക് സോഡ ഇതിലേക്ക് ചേർക്കണം. കാസ്റ്റിക് സോഡ അല്ലേ? ഓക്കെ. ഇത് തന്നെ സംഭവം എന്താണ്? ഇത് ഹൈഡ്രോമീറ്റർ. ഓക്കെ. ഇതിപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഈ സഫോണിക്കേഷൻ ഒരു റേറ്റ് ഉണ്ട്. വെളിച്ചെണ്ണയും ഈ കാസ്റ്റിക് സോഡയും ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടു. ഓക്കെ. ഇത്രയും വന്നല്ലേ? ഇതാണ് ടെമ്പറേച്ചർ അല്ലേ? 35 അല്ലേ? അത് ശരിക്കും 29-നും 39-നും ഇടയിൽ നിൽക്കണം. ഓക്കെ ഓക്കെ. ഫിൽട്ടർ ചെയ്ത വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഫിൽട്ടർ ചെയ്യുമ്പോഴും ഈ ചില ഓർഗാനിക് ആസിഡുകൾ അതിൽ നിന്ന് പോകും. അതുകൊണ്ട് ഫിൽട്ടർ ചെയ്യാത്ത ഇതാണ്ടല്ലേ പിന്നെ ആട്ടിയെടുത്തിട്ട് ഇതതിന് കേടാണ്. എന്നാ ഇങ്ങനെയുള്ള വെളിച്ചെണ്ണ തന്നെ വേണം. ആട്ടിയെടുത്താണ് അതിന്റെ ലാസ്റ്റിൽ വരുന്ന കീടാണ്. കാസ്റ്റിക് സോഡ വെളിച്ചെണ്ണയിലേക്ക് ഒരു പ്രത്യേക അനുപാതത്തിൽ തന്നെ വീഴണം. അങ്ങനെ വീഴാൻ വേണ്ടിയിട്ടാണ് ചോർപ്പ് വെച്ചിട്ട് അതിന്റെ അറ്റം ഇങ്ങനെ നമ്മൾ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നത്, വളച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ക്രമമായിട്ട് അങ്ങ് വീണുകൊണ്ടിരിക്കും. ആ ഒരു താളത്തിനനുസരിച്ച് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോസസ്സിംഗ് ആണ് 45 മിനിറ്റ്സോളം വരുന്നത്. അതെ അതാണ്. ഇപ്പോഴാണ് നമുക്കിതിങ്ങനെ പതുക്കെ ഒരു അർദ്ധകരാവസ്ഥയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് ഓയിലി ആണല്ലോ, അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. ഗ്ലിസറിനൊക്കെ കണ്ടന്റ് ചെയ്യാം. മാഷേ, അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ പരിപാടി കണ്ടില്ലേ? ഇതിൽ ആ കുമിളകളായിട്ട് വരുന്നതാണ് ഗ്ലിസറിൻ അല്ലേ? അപ്പൊ ഈ വരുന്നതാണ് നമ്മുടെ ആയുർഗാന്ധി സോപ്പാണ് ഈ വരുന്നത് അല്ലേ മാഷേ? അതെ അതെ. ഇത് എത്ര സമയം എടുക്കും മാഷേ? ഇനി ഇതൊരു 30 മണിക്കൂറോളം 35 മണിക്കൂർ നേരം കൊണ്ടേ ഉള്ളൂ ഈ പറയുന്ന സോപ്പ് ഫൈനലാകുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് അല്ലേ? അതെ അതെ. അടുത്ത നമ്മൾ അതിന്റെ ചെറിയ പീസുകളാക്കണം, നമ്മുടെ സോപ്പിന്റെ സൈസിലേക്ക് മാറ്റണം. നമ്മുടെ ഫൈനൽ അല്ലേ? അതെ അതെ. ഈ സംഭവമാണ് നമ്മൾ ഇനി ഇത് വെയിറ്റ് നോക്കും അല്ലേ? വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ നേരെ പഞ്ചിലേക്ക് പോകും. ഇവിടെയാണ് പഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സോപ്പാണ് പഞ്ച് ചെയ്താണ് ഇതേപോലെ ആയി വരുന്നത്. നോക്കിയേ, ഇതാണ് നമ്മുടെ ആയുർഗാന്ധിയുടെ സോപ്പ്. ഇതൊക്കെ പഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഭംഗി അല്ലേ, ഭയങ്കര ഭംഗിയൊന്നും ഇല്ലല്ലേ? ശരിയാണ്. ഇതിന് ഭയങ്കര ഭംഗിയില്ല. ഇതിന് ഭംഗി കൂട്ടാൻ ഒരു പ്രയാസവും. എന്താണെന്നറിയോ, നമ്മുടെ മാർക്കറ്റിലുള്ള സോപ്പുകളെല്ലാം ഭംഗിയാണ് ഉണ്ടാവുന്നത്. പാരഫിൻ വാക്സിൻ എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ പൊതിയും. അപ്പോഴിതിന് നമുക്ക് പിന്നെ ഇതിലേക്ക് ഈർപ്പം ഇറങ്ങൂല, ഭംഗിയുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഫുള്ളായിട്ടും ഹാൻഡ് മെയ്ഡാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഏത് അലർജി ഉള്ള ആൾക്കാർക്കും ഇത് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, SLS എന്ന് പറഞ്ഞൊരു സാധനം ഇതിലില്ല. പകരം നമ്മൾ സോപ്പ് നട്ട് അല്ലെങ്കിൽ സോപ്പും കായാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് എത്ര സ്കിൻ അലർജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അലർജി ആണെന്ന് പറഞ്ഞവർക്ക് പോലും ഉപയോഗിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികൾ, അതായത് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, ആ സോപ്പിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. കൊച്ചുകുട്ടികളുടെ എത്ര പ്രായമുള്ളവർക്ക് ഒരു ഉപയോഗിക്കാവുന്ന സോപ്പാണ് നമ്മുടെ ആയുർഗാന്ധി. ഇവിടെ പാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, ആ ആയുർവേദത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് സോപ്പിൻ്റെ കവറിൽ പോലും ഉണ്ട്. ഇത് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിൽ അല്ലേ, ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ചിരിക്കും. കാരണം ഭയങ്കര അഡീഷണൽ ഒരു സോപ്പാണ്. ആ അഡീഷൻ എന്താണെന്ന് അറിയാവാ, ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നുണ്ടാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. വീണ്ടും മറ്റൊരു വീണ്ടും കാണാം. അതൊരു ബൈ ബൈ.